നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കരിദിനാചരണം. കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ. അംഗൻവാടി വർക്കർ നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അസഭ്യം പറഞ്ഞതിലും പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. പുനലൂർ KSRTC ഡിപ്പോയിലെ ശുചിമുറികൾ ഉപയോഗശൂന്യം. ദുരിതത്തിലായി യാത്രക്കാർ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാതെ യാത്രക്കാർ വലയുന്നു. അംഗൻവാടി നിയമനത്തിലെ ക്രമക്കേടും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഴിമതിയും. കായംകുളം നഗരസഭയിലേക്ക് BJP മാർച്ച്. ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരിദിനാചരണം നടത്തി. 12ാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കരിദിനാചരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ അസോസിയേഷൻ ധർണ നടത്തി. 12ാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കരിദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി M. സുജയ് ഉദ്ഘാടനം ചെയ്തു. പണിമുടക്കൊക്കെ നടത്താൻ പോവുകയാണ്. പണ്ടെന്ന് പറഞ്ഞു താലിമാല വിറ്റ് ഗവൺമെന്റിനെ സംരക്ഷിക്കണം. ഇനി നിങ്ങൾ താലിമാലയല്ല വാക്കെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് വിറ്റായാലും 5-6 മാസം കൂടി കേരളത്തിലെ ജനത ഇത് സഹിക്കും. അത് കഴിഞ്ഞ് UDFന്റെ കാലം വരും, ജീവനക്കാരുടെ കാലം വരും, പെൻഷൻകാരുടെ കാലം വരും, ജനകീയ ജനാധിപത്യത്തിന്റെ കാലം വരും, ഉമ്മൻചാണ്ടിയുടെ കാലം വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും ജൂലൈ 1 മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കുടിശ്ശികയായ 18% ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിച്ച് കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് E. അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് H. മാരിയത്ത് ബീവി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി R. രാജശേഖരൻ പിള്ള, ലത്തീഫ് ഒറ്റത്തെങ്ങിൽ, പ്രൊഫസർ R. രവീന്ദ്രൻ നായർ, ഇടവരമ്പിൽ ശ്രീകുമാർ, P. സോമൻപിള്ള, മുഹമ്മദ് മുസ്തഫ, S. ശർമിള, G. വിനയൻ, രാധാമണി, സതീശൻ, പരിമളം വിജയൻ, അഡ്വക്കേറ്റ് S. ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ KSRTC ഡിപ്പോയിലെ ഉപയോഗശൂന്യമായ ശുചിമുറികൾ കാരണം ദുരിതത്തിലായി യാത്രക്കാർ. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ല. ഉപയോഗരഹിതമായ ശുചിമുറികൾ അധികൃതർ ബാരലുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ശുചിമുറികൾ ഇല്ലാത്തതാണ് പുനലൂർ KSRTCയിലെത്തുന്ന യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നത്. ഉപയോഗരഹിതമായ ശുചിമുറികൾ ബാരലുകൾ ഉപയോഗിച്ച് അധികൃതർ അടച്ചിരിക്കുകയാണ്. ഇതിനാൽ ശുചിമുറിയുടെ പരിസരങ്ങളിലാണ് ചിലർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ദുർഗന്ധം മൂലം ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഗുരുതരമായ രോഗഭീഷണിയും നിലനിൽക്കുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ നഗരസഭയാകട്ടെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ശുചിത്വ കേരളം എന്ന് പറയുമ്പോഴും പുനലൂർ നഗരസഭയാകമാനം ദുർഗന്ധം വമിക്കുകയാണ്. ശുചിമുറികൾ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായംകുളം നഗരസഭയിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. അംഗനവാടി നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിലെ അഴിമതിക്കെതിരെയുമാണ് മാർച്ച് നടത്തിയത്. BJP കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭയിലെ അംഗനവാടി നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിൽ അഴിമതി ആരോപിച്ചുമാണ് BJP കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. BJP സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ അംഗനവാടി വർക്കർ നിയമനവും അതേപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ കായംകുളത്ത് നഗരസഭയിലും അതേപോലെ ചുറ്റുവട്ടത്തുള്ള പല പഞ്ചായത്തുകളിലും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ശുദ്ധ
എമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത് ഭരണാധികാരികൾ. CPM-ന്റെ താല്പര്യമുള്ള ആളുകൾക്കും അവരുടെ പ്രധാനപ്പെട്ട ചുമതലക്കാർക്കും അവരുടെ ഭാര്യമാർക്കും. സുരേഷ് കുമാർ ആലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. R രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അവിടെ LDF-ന്റെ എല്ലാ മുന്നണികളും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടായുസ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഭാരത ജനതാ പാർട്ടിയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇതിലും വലിയ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. വിപിൻ രാജ്, ബിജു ആമ്പക്കാട്ട, രാജശ്രീ കമ്മത്ത, സന്തോഷ് കണിയാമ്പറമ്പിൽ, മധുസൂദനൻ, സുഭാഷ് പ്ലാമൂട്ടിൽ, വേണുകുമാർ, സദാശിവൻ, പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. അംഗനവാടി വർക്കർ നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ BJP അംഗം അസഭ്യം പറഞ്ഞെന്നാരോപിച്ചുമാണ് ധർണ നടത്തിയത്. കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. അർഹരെ ഒഴിവാക്കി സംവരണ തത്വങ്ങൾ അട്ടിമറിച്ച് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ അംഗനവാടി നിയമനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശിക്കെതിരെ BJP അംഗം അസഭ്യം പറഞ്ഞതിൽ പ്രതിഷേധിച്ചുമാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC സെക്രട്ടറി N. രവി ധർണ ഉദ്ഘാടനം ചെയ്തു. യോഗാ ദിനത്തോടനുബന്ധിച്ച് കൃഷ്ണപുരം ആയുർവേദ ആശുപത്രിയിൽ യോഗ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഔദ്യോഗികമായി തീരുമാനിച്ച പരിപാടിയാണ്. എല്ലാ പഞ്ചായത്തുകളിലും ആശുപത്രികൾ, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി ഒക്കെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്ന പരിപാടിയാണ്. അതിന്റെ ഭാഗം എന്ന നിലയിലാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിലും ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലത ശശിയുടെയൊക്കെ നേതൃത്വത്തിലാണ് ആ പരിപാടി അവിടെ നടക്കുന്നത്. അപ്പോൾ അതിന്റെ മുഖ്യ സംഘാടകം എന്ന് പറയുന്നത് ആയുർവേദ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടും സ്റ്റാഫും ഒക്കെ തന്നെയാണ്. അവിടെ പരിപാടി ആരംഭിച്ചപ്പോൾ BJPയുടെ നേതാവ് ശ്രീ പാറയിൽ രാധാകൃഷ്ണന്റെയും 10ാം വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ കുറെ BJP പ്രവർത്തകർ അതിക്രമിച്ച് അവിടെ കടന്നു വന്ന് അവിടെ സ്ഥാപിച്ചിരുന്ന ഈ യോഗാ പരിപാടിയുടെ ബാനർ വലിച്ചു കീറി പ്രതിഷേധിക്കുകയും അതിനെ എതിർത്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലത ശശിയെ വളരെ ആക്ഷേപകരമായ രീതിയിൽ അവരോട് പദപ്രയോഗം നടത്തി പെരുമാറുകയും ചെയ്ത ശ്രീ പാറയിൽ രാധാകൃഷ്ണന്റെ ആ വളരെ മോശപ്പെട്ട ആ നടപടിക്കെതിരായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് K. നാസർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. K. പത്മകുമാർ, K. ദേവദാസ്, തണ്ടളത്ത് മുരളി, ഹരി കോട്ടിരേത്ത്, ചന്ദ്ര ഗോപിനാഥ്, ഷാനി കുരുമ്പോലിൽ, രാധാമണി രാജൻ, ശ്രീലത ശശി, മഞ്ജു ജഗദീഷ്, റസീന ബദർ, നദീർ, അജി ഗണേഷ്, KV രജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് ഓച്ചിറയിൽ നടത്തി. OCVയിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിനൊപ്പം ഓച്ചിറ മേഖലയിലെ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. സൗത്ത് വോയിസ് പുതിയ ബിസിനസ് സംരംഭങ്ങളുടെ വിശദീകരണവും നടത്തി. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റാണ് ഓച്ചിറ OCVയിൽ സംഘടിപ്പിച്ചത്. സബ് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള ബിസിനസ് മീറ്റാണ് നടന്നത്. കേരള വിഷൻ, സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ഓച്ചിറ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. സൗത്ത് വിഷൻ ചെയർമാൻ P. ബിനു അധ്യക്ഷത വഹിച്ചു. OCV മാനേജിംഗ് ഡയറക്ടർ അഫ്സൽ സ്വാഗതം പറഞ്ഞു. സൗത്ത് വോയിസ് MDയും COA സംസ്ഥാന ട്രഷററുമായ ബിനു ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബോധപൂർവമോ അല്ലാതെയോ ആ കുട്ടി ആ തലത്തിലേക്ക് മാറ്റുന്നതിന് നമ്മൾ പോലും അറിയാത്ത റാക്കറ്റ് ഉണ്ട് രാജ്യത്ത്. നമ്മളിപ്പോൾ പറഞ്ഞാലേ ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഒരു കുഞ്ഞ് മരിച്ചു, തെരുവുപട്ടി കഴിച്ചിട്ടാണ്. 18 വരെ പട്ടി കഴിച്ചു. ആ പട്ടിക്ക് പേവിഷബാധ, പട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ പട്ടിക്ക് പേവിഷബാധയാണ്. പക്ഷെ ഒരു കുഞ്ഞ് മരിച്ചുപോയി. എന്താ പക്ഷെ തെരുവുപട്ടിയെ കൊല്ലാതെ എന്താ? OCV ചെയർമാൻ അനിൽകുമാർ, COA മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ റൂഫ്വേൽഡ്, COA മേഖലാ സെക്രട്ടറി അനു, സൗത്ത് വോയിസ് ഡയറക്ടർമാരായ താജ് ഗോപാൽ, ഷിബു പ്രതാപൻ, രാജീവ് കുഴിയം, അജി മണപ്പള്ളി, തിലകരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. മനു നന്ദി രേഖപ്പെടുത്തി. സൗത്ത് വിഷന്റെ ബിസിനസ് സംരംഭങ്ങളായ സൗത്ത് സോളാർ, ടെലിവിഷൻ, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് സൈക്കിൾ എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണവും നടന്നു. താവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ ഞാൻ
ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നൂതന സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും KSRTC ഡ്രൈവർമാരെ നാമക്കല്ലയച്ച് ട്രെയിനിംഗ് നടത്തുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. 2 വീലർ മെക്കാനിക്കൽ കൂട്ടായ്മയുടെ സംഗമവും ലോഗോ പ്രകാശനവും ട്രെയിനിംഗ് പ്രോഗ്രാമും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നൂതന സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മ അനിവാര്യമെന്നും KSRTC ഡ്രൈവർമാരെ നാമക്കല്ലയച്ച് ട്രെയിനിംഗ് നടത്തുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. 2 വീലർ മെക്കാനിക്കൽ കൂട്ടായ്മയുടെ സംഗമവും ലോഗോ പ്രകാശനവും ട്രെയിനിംഗ് പ്രോഗ്രാമും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTC ഒരു പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. എന്താണ്? ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എയർ കണ്ടീഷൻ. അപ്പോൾ ആ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന എയർ കണ്ടീഷൻ ഒരു അഡീഷണൽ കപ്പാസിറ്റർ ഒരു ഓൾട്ടർനേറ്ററോട് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ AC കംപ്രസറിന് പകരം ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പുള്ളി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ഓൾട്ടർനേറ്റർ വയ്ക്കുന്നു. ഇതിൽ നിന്ന് വൈദ്യുതി ഒരു ബാറ്ററിയിലേക്ക് കൊണ്ടുപോകും. ഈ ബാറ്ററിയിൽ നിന്നാണ് AC വർക്ക് ചെയ്യുന്നത്. ഒരു വണ്ടി KSRTC ചെയ്തു. നിലവിലുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ഞങ്ങൾ എയർ കണ്ടീഷൻ വളരെ വിജയകരമായി അത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ ഇത് ചെയ്തിരിക്കുന്ന കണ്ടത് TV-യിലും വാർത്തയിൽ കണ്ടാണ് ഞാൻ കാസർഗോഡേക്ക് ആളെ വിട്ടു. കാസർഗോഡേക്ക് വിദഗ്ധരായ എഞ്ചിനീയർമാരെയും KSRTC എഞ്ചിനീയർമാരെയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെയും വിട്ടു. അവർ പഠിച്ചിട്ട് ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഇത് മനസ്സിലാക്കാൻ വേണ്ടി കാസർഗോഡ് പോയി മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു വണ്ടി ട്രയലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഒരു പ്രത്യേകത, ഈ വണ്ടി ഓടിക്കുമ്പോൾ ചില ആളുകൾ ഇത് വന്നപ്പോൾ തന്നെ പരാജയമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിന് മൈലേജ് കുറവാണെന്ന് സ്ഥാപിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അതിൻ്റെ ഒരു സാങ്കേതിക വെച്ച് മൈലേജ് കുറയില്ല എന്ന് എനിക്കറിയാം. കുറയില്ല എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്, പ്രൈവറ്റ് ബസ് ചെയ്ത ഉടമസ്ഥനും പറയുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി അറിയാമല്ലോ അയാൾ കുറയില്ല എന്ന്. പക്ഷെ നമ്മുടെ വണ്ടികൾ അപ്പോൾ നോക്കി ചില ദിവസങ്ങളിൽ കുറയുന്നുണ്ട്. എന്താണെന്നറിയാം, ഓടിക്കുന്ന ആളുടെ കുഴപ്പമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണക്കെടുത്തപ്പോൾ 3 ഒരു സൂപ്പർ ഫാസ്റ്റിന് കിട്ടുന്ന മൈലേജ് 4 താഴെയാണ്. ഈ വണ്ടിക്ക് പല ദിവസങ്ങളിലും 3.7 കിട്ടുന്നു. എന്താ അറിയാം, ഡ്രൈവർ ഓടിക്കുന്ന ആൾ മിടുക്കനാണ്. ഒരു 2-3 ഡ്രൈവർമാർ ഓടിക്കുമ്പോൾ മാറി ഓടിക്കില്ലേ, ഓടിക്കുമ്പോൾ 3.7 കിട്ടുന്നുണ്ട്. ചിലർ ഓടിക്കുമ്പോൾ ഇത് 3ലേക്ക് ഇങ്ങ് താഴുക. അപ്പോൾ ആരുടെ കുഴപ്പം? വണ്ടിയുടെ കുഴപ്പമല്ല, സാങ്കേതികയുടെ കുഴപ്പമല്ല, ഈ ഡ്രൈവറുടെ കുഴപ്പമാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വിദഗ്ധരായ ഡ്രൈവറെ മാത്രമേ വിട്ടാൽ മതി. കാരണം അവർ ചില ഓടിക്കുമ്പോൾ ഇപ്പം ഇതിലെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വണ്ടി ഓടിക്കുമ്പോൾ ചിലർ ഓടിക്കുമ്പോൾ 6 എയർ കണ്ടീഷൻ വണ്ടിക്ക് 6-6.5 കിലോമീറ്റർ കിട്ടും, ചിലർ ഓടിക്കുമ്പോൾ 5 കിട്ടത്തുള്ളൂ. അപ്പോൾ ഓടിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യയുള്ള വണ്ടി കൃത്യമായി ഓടിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. ഇപ്പോൾ അതുകൊണ്ട് മുഴുവൻ KSRTC ഡ്രൈവർമാരെയും നാമക്കലിൽ ലൈലൻഡിൻ്റെ ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, അവിടെ അയച്ച് ഡ്രൈവിംഗ് ട്രെയിനിങ് കൊടുക്കാൻ പോവാണ്. മുഴുവൻ ഡ്രൈവർ ബാച്ചായിട്ട് മുഴുവൻ ഡ്രൈവർമാരെയും അടിയന്തരമായി അയക്കാൻ പോവുകയാണ്. കാരണം ഈ മൈലേജ് കുറയാൻ പാടില്ല. പത്തനാപുരം ആൻഡ്രിയ റെസിഡൻസിൽ നടന്ന സമ്മേളനത്തിൽ സുഭാഷ് അടൂർ അധ്യക്ഷത വഹിച്ചു. ജ്യോത്സ്യനും സിനി ആർട്ടിസ്റ്റുമായ ഹരി പത്തനാപുരം മുഖ്യാതിഥിയായി. ഇനിയോസ് ഇന്ത്യ കേരള സ്റ്റേറ്റ് ഹെഡ് ഫാബിൻ ജോസഫ്, സുനിൽ ചങ്ങനാശ്ശേരി, ബിജി വെസ് എന്നിവർ പങ്കെടുത്തു. വിപിൻ കൊല്ലത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക മോഡൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ട്രെയിനിംഗ് പ്രോഗ്രാമും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. CPM DYFI ആലഞ്ചേരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരീക്ഷാ വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. CPM DYFI ആലഞ്ചേരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചത്. ഇതോടനുബന്ധിച്ച് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നല്ല വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ക്ഷണിക്കുകയും അവർക്ക് ഉപകാരം നൽകുന്നതോടൊപ്പം തന്നെ സ്നേഹ വായ്പകൾ നൽകി ആദരിക്കാൻ തീരുമാനം വാർഡംഗം മഞ്ജു SR അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R രാജീവ്, DYFI ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു, ബാലസംഘം അഞ്ചൽ ഏരിയ കൺവീനർ ലിനുമോൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ മനു, ലിനു ഗോപി, ഷിഹാബ്, DYFI മേഖലാ സെക്രട്ടറി നിഖിൽ ബാബു, പ്രസിഡന്റ് ആനന്ദ്, SFI ഏരിയ സെക്രട്ടറി ബുഹാരി, പ്രസിഡന്റ് അതുൽ എന്നിവർ പങ്കെടുത്തു. ഷൈനു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഗസ്തികോട് ന്യൂ LPSലാണ് ക്ലാസ് നടത്തിയത്. റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയകുമാർ ക്ലാസിന് നേതൃത്വം നൽകി. അഗസ്തികോട് ന്യൂ LPSലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയകുമാർ ക്ലാസിന് നേതൃത്വം നൽകി. കുട്ടികളെ ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും കുട്ടികളിലൂടെ മുതിർന്നവരിലുള്ള ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിയുടെ ഉപയോഗം ഒരു സമൂഹത്തിന് എങ്ങനെ ദോഷകരമായി മാറുമെന്നും ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും വിശദീകരിച്ചാണ് വിജയകുമാർ ക്ലാസ് നയിച്ചത്. ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെ എല്ലാം
ഇന്ന് ഇതേപോലെ അവിടുത്തെ കുട്ടികളായാലും അല്ലെങ്കിൽ മുതിർന്ന ക്ലാസ്സിലുള്ളവർ അല്ലെങ്കിൽ അതിനപ്പുറം ഞങ്ങളെപ്പോലുള്ള മുതിർന്നവർ സമൂഹത്തിൽ ജീവിക്കുന്ന ഭാഗങ്ങളിലൊക്കെ രോഗവിരുദ്ധ ദിനം ആചരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ അത് ആചരിക്കുന്നത്? ആ ലഹരി ഇനി ആരും ഉപയോഗിക്കരുത് എന്നുള്ള ക്ലാസ്സുകൾ എടുത്തു തരുന്നതിന് വേണ്ടിയിട്ടാണ് അത് ക്ലാസ്സുകൾ എടുക്കുന്നത്, രോഗവിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. 1989 ആണ് ഇത് ആരംഭിച്ചത്. എന്നാ എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. സ്കൂൾ PTA പ്രസിഡന്റ് KB പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രഥമാധ്യാപിക ലതിക അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ജീന, നിഷ, ലിമ, ഉഷ, നീതു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കടയ്ക്കൽ കുമ്മിളിൽ പഴകിയ കോഴിയിറച്ചി പിടികൂടി. വിൽപ്പന നടത്താനായി ഓട്ടോറിക്ഷയിലെത്തിച്ച 300 കിലോയോളം വരുന്ന കോഴിയിറച്ചിയാണ് പിടികൂടിയത്. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം നേമത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ യാതൊരു സുരക്ഷയുമില്ലാത്ത രീതിയിൽ വിൽപ്പന നടത്താനായി എത്തിച്ച 300 കിലോയോളം വരുന്ന കോഴിയിറച്ചിയാണ് കടയ്ക്കൽ പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് പിടികൂടിയത്. ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓട്ടോറിക്ഷ ഡ്രൈവറായ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ കടയ്ക്കൽ പോലീസ് കേസെടുത്തു. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും അൽഫാം, ഷവായി, ഷവർമ തുടങ്ങിയവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കട്ട് ചെയ്യാത്ത 300 കിലോയോളം വരുന്ന പഴകിയ കോഴിയിറച്ചിയാണ് ഓട്ടോറിക്ഷയിൽ നിന്നും പിടികൂടിയത്. രാവിലെ 10 മണിയോടുകൂടി കുമ്മിൾ ജംഗ്ഷനിൽ വെച്ച് ഓട്ടോയിൽ നിന്നും വലിയ ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ കുമ്മിൾ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്തിനെയും കടയ്ക്കൽ പോലീസിനെയും വിവരമറിയിച്ചു. ആരോഗ്യവകുപ്പെത്തി പരിശോധന നടത്തിയപ്പോൾ യാതൊരു സുരക്ഷയുമില്ലാതെ ഹോട്ടലുകളിലും ബേക്കറികളിലും വിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പഴകിയ ഇറച്ചിയാണെന്ന് കണ്ടെത്തി. കീറിപ്പറഞ്ഞൊരു ഓട്ടോറിക്ഷയിൽ ഈ സാധനം കൊണ്ടുപോകുന്ന വണ്ടിയെ കണ്ടിട്ടാണ് പോലീസ് കൈയാണിച്ചത്. വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല. അങ്ങനെ പോലീസ് സംശയത്തിനത് മൊത്തം നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് ഈ കോഴിയെ ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത് ഹെൽത്തുകാരെ വിളിച്ച് കാണിച്ച് ഹെൽത്തുകാരെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പം ഈ സാധനം പഴകിയതാണെന്നും പിന്നെ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയാണ്. കോഴി ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ 1-2 കടകളിൽ, കുമ്മളിൽ 1-2 കടകളിലും, കടയ്ക്കലും, ചടയമംഗലം, ഓയൂര് അങ്ങനെ കുറെ കടകളിൽ കൊടുക്കാനാണ് കൊണ്ടുവന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ സാധനം കൊണ്ട് കുഴിച്ച് പോലീസ് ഹെൽത്തുകാരെ ഏൽപ്പിച്ച് ഹെൽത്തുകാർ ഇവിടെ അടുത്തുള്ള ഒരു കോറിയുടെ സമീപത്തോട്ട് കുഴിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത്രയാണ് സംഭവിച്ചിട്ടുള്ളത്. തുടർന്ന് പോലീസിന്റെയും പഞ്ചായത്തിന്റെയും സാന്നിധ്യത്തിൽ കുമ്മിളിന് സമീപമുള്ള ക്വാറിയിൽ കുഴിയെടുത്ത് ഇറച്ചി കുഴിച്ചു മൂടുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെയും ഓട്ടോറിക്ഷയും കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വനമഹോത്സവത്തിന് തുടക്കമായി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് വനമഹോത്സവം നടക്കുന്നത്. ജൂലൈ 7 വരെയാണ് വനമഹോത്സവം. ഇതോടനുബന്ധിച്ച് തെന്മല ഡാം 10 ഏക്കർ ഭാഗത്തെ റോഡിലെ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കി. തെന്മല ഡാം 10 ഏക്കർ ഭാഗത്തെ റോഡിലെ കുഴികളടച്ചാണ് സഞ്ചാരയോഗ്യമാക്കിയത്. കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നടക്കുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ഇക്കോ ടൂറിസം ജീവനക്കാരും വന്യജീവി സങ്കേതത്തിലെ ജീവനക്കാരും ചേർന്നാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലെ വൈൽഡ് ലൈഫ് വാർഡൻ ഹീരാലാൽ, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സജു, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ K ശ്യാംകുമാർ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 7 വരെയാണ് വനമഹോത്സവം നടക്കുന്നത്. വനമഹോത്സവത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടിയിൽ, വിത്തൂട്ട്, അന്യദേശ കലകളുടെയും അന്യദേശ വൃക്ഷങ്ങളുടെയും നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം, ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, സ്പോർട് ക്വിസ് എന്നിവയും നടക്കും. ഹീരാലാൽ വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കരിദിനാചരണം. കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ.
അംഗൻവാടി വർക്കർ നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അസഭ്യം പറഞ്ഞതിലും പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. പുനലൂർ KSRTC ഡിപ്പോയിലെ ശുചിമുറികൾ ഉപയോഗശൂന്യം. ദുരിതത്തിലായ യാത്രക്കാർ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാതെ യാത്രക്കാർ വലയുന്നു. അംഗൻവാടി നിയമനത്തിലെ ക്രമക്കേടും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഴിമതിയും. കായംകുളം നഗരസഭയിലേക്ക് BJP മാർച്ച്. ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.